അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മംഗലാപുരം ആണ്. മംഗലാപുരത്ത് ഒരു ഫേമസ് ആയ ഒരു ടെമ്പിൾ ഉണ്ട്. എന്താ സിദ്ധു അതിന്റെ പേര്? ബ്രദറാണ് സിദ്ധാർത്ഥ. ശ്രീ ദുർഗാ പരമേശ്വരി ടെമ്പിൾ കട്ടിൽ പറഞ്ഞ സ്ഥലത്തിലാണ് ഈ ടെമ്പിൾ. കട്ടിൽ. സോ അവിടെയുള്ള ദുർഗാന്റെ ടെമ്പിൾ ആണ് നമ്മളിപ്പോ പോകുന്നത്. ഭയങ്കര പവർഫുൾ ടെമ്പിൾ ആണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഇവിടെ ആര് വന്നാലും ആ ടെമ്പിൾ പോകും. വൺസ് അറ്റ്ലീസ്റ്റ് പോയിട്ടേ പോകത്തുള്ളൂ. ഭയങ്കര പവർഫുൾ. നമ്മുടെ ഈ മംഗലാപുരം ടൗണിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് അവിടേക്ക്? ഇവിടുന്ന് ഒരു 25 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ ഈ എയർപോർട്ട് റോഡിൽ പോയിക്കൊണ്ടിരിക്കുക. എയർപോർട്ട് റോഡ് ഇന്നൊരു ഹാഫ് ആൻ അവർ നമ്മളിപ്പോ ടൗണിൽ നിന്ന് മംഗലാപുരം ടൗണിൽ നിന്ന് നമ്മളൊരു 25 കിലോമീറ്റേഴ്സ് ഉണ്ട് അവിടെ എത്താൻ വേണ്ടി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ആ ടെമ്പിൾ ചെറിയൊരു ഇത് എലിഫന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എലിഫന്റ് കാശോ എനിക്ക് ഫുഡ് ഒക്കെ കൊടുക്കുന്ന എലിഫന്റ് നമുക്ക് ബ്ലെസ്സിങ് ചെയ്യും. അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി പ്ലസ് അവിടുത്തെ ദുർഗ നമ്മൾ എന്ത് ചോദിച്ചാലും അവർ നമുക്ക് ചെയ്തു തരും ആ ദൈവം. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകും അങ്ങോട്ട് കൂടുതൽ അവിടെ പോകും. പിന്നെ ഞാനിത് കേട്ടിട്ടുണ്ട്, അവിടെ പണ്ട് ആരോ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോയി അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ വരുന്ന എല്ലാവർക്കും നേരത്തെ വന്നവർക്ക് ഒരാളുടെ ഭക്ഷണം കിട്ടാതെ പോയ സമയത്ത് അവിടുത്തെ ദേവി എന്തോ ലൈക്ക് ഇവിടുത്തെ ആൾക്കാരെ പറയുന്ന ഒരു ഇതാണ്. എന്താ വെച്ചാ ചില പേര് അങ്ങോട്ട് പോയപ്പോ ഭക്ഷണം കഴിക്കാതെ വന്നപ്പോ അവിടുത്തെ ദേവിക്ക് വന്നിട്ട് ഭയങ്കര ദേഷ്യം വന്നു. സോ അത് കഴിഞ്ഞിട്ട് ആ ടെമ്പിള് നമ്മൾ എപ്പോ പോയാലും നമുക്ക് ഫുഡ് ഉണ്ടാവും. നമ്മൾ ടെമ്പിളിൽ പോയാൽ ഫുഡ് കഴിച്ചിട്ട് വരാൻ പാടും. നല്ല ചോറും രസവും കൂട്ടും പൊരിയലും എല്ലാം വെച്ചിട്ട് നല്ലൊരു ഫുഡ് തരും അവര്. സോ നമ്മളെ ടെമ്പിളിൽ പോവാണെങ്കിൽ ഫുഡും കഴിച്ചിട്ടേ വരാൻ പാടും. തിരിച്ചു പോകാൻ പാടില്ല. അങ്ങനെ ഞാനൊന്ന് കേട്ടിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ പോകുന്നത് നമുക്കൊരു ചർച്ചും കയറിയിട്ട് പോകാം. അപ്പൊ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത് ശ്രീ ദുർഗാ പരമേശ്വരി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മംഗലാപുരത്ത് നിന്ന് കുറച്ചുകൂടെ ഒരു 25 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്ത് പോകണം. അതിന്റെ സ്ഥലത്തിന്റെ പേരാണ് കട്ടിൽ. അവിടേക്കാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇതേപോലെ ഇവിടെ വൺ മോർ കോയിലുണ്ട്, ധർമ്മസ്ഥല എന്ന് പറയുന്നത്. ആ കോയിലും നമ്മൾ പോകുന്ന സ്ഥലത്ത് ഈ വഴി കൂടെ തന്നെയുള്ളതാണോ? അല്ല, അതൊന്ന് സെപ്പറേറ്റ് സ്ഥലം ഈ ധർമ്മസ്ഥല പറയുന്നത്. ലൈക്ക് ഇങ്ങനെയും പോകാൻ പറ്റും, പക്ഷെ ആ ടെമ്പിളും ഭയങ്കര പവർഫുൾ ടെമ്പിളാണ്. കുറെ ആൾക്കാർ ഞാൻ വൺസ് പോയിട്ടുണ്ട്. വെരി ഡിവൈൻ പ്ലേസ്. അല്ല, കട്ടിൽ പോകുന്ന റൂട്ട് അല്ല. പക്ഷെ ഇങ്ങനെയും പോയി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ അത് കുറച്ചുകൂടെ ദൂരം ഒരു ഓൾമോസ്റ്റ് 1.5 hours ട്രാവൽ ചെയ്യുന്ന പോലെ. ധർമ്മസ്ഥല ആ ഒരു സ്ഥലത്തിന്റെ പേര് ധർമ്മസ്ഥലാണ്. കുറെ ആൾക്കാർ പാർട്സ് ഓഫ് ഇന്ത്യ വരും അങ്ങോട്ട്. അവിടെ ഭയങ്കര ഡിവൈൻ പ്ലേസ് ആണ് ഈ ധർമ്മസ്ഥല. ഇതിന്റെ മേലെ കയറിയാൽ മാംഗ്ലൂർ എയർപോർട്ട്. ഇതൊരു ഹില്ല. ഇത് അങ്ങനെ കയറിയപ്പോൾ മേലെ പോയ എയർപോർട്ടാണ്, ഇന്റർനാഷണൽ എയർപോർട്ട്. അത് കുറച്ച് ഇതല്ലേ ഇവിടുത്തെ ആൾക്കാരല്ല ഈ മാംഗ്ലൂർ അറൌണ്ട് മാംഗ്ലൂർ. ഇവിടെ വന്ന് പറയുന്നത് ദക്ഷിൺ കന്നഡ എന്നാ പറയുന്നത് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. ദക്ഷിൺ കന്നഡ. സോ ഇവിടെ വന്ന് ദൈവ ഉണ്ട്. ദൈവ ഭയങ്കര ഫേമസ് ആണ്. ഫേമസ് വെച്ചാൽ ആൾക്കാർ ദൈവ എന്ന് പറഞ്ഞാൽ ലൈക് ഗോഡ് തന്നെ. ഓക്കെ, സോ അതിൽ നിറയെ ഗോഡ് ഉണ്ട്. ഇപ്പൊ റീസെന്റ് വൺ മൂവി വന്നു, കാന്താര പറഞ്ഞിട്ട് കുറച്ച് കണ്ടിരുന്നു. കാന്താര മൂവി ഉണ്ട്. ആ മൂവി ഈസ് അബൌട്ട് ദിസ് ദൈവ. ഈ മാംഗ്ലൂരിലുള്ള ഇവരുടെ വിശ്വാസമുള്ള ദൈവത്തിനെ പറ്റിയാണ് ആ മൂവിയിൽ പറയുന്നത്. ആ ദൈവമാണ് ഇവിടുത്തെ ആൾക്കാരെ രക്ഷിക്കുന്നത്. എല്ലാം ഇവരെന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കും, ദൈവ ചെയ്യും. അതാണ് ഇവരുടെ വിശ്വാസം. ദൈവം വേറെ ദൈവം ഇപ്പൊ നമ്മൾ പോകുന്ന ദുർഗ, ശിവൻ, വിഷ്ണു, ഇവർക്ക് ദൈവം. ഈ ദൈവം വന്ന് ദൈവത്തിന്റെ ഒരു ഇതുപോലെ രൂപം. അങ്ങനെ. സോ അങ്ങനത്തെ ഒരു ഇതുണ്ട് ഇവിടെ. അത് only around this ദക്ഷിൺ കന്നഡ, എസ്പെഷ്യലി ഈ മാംഗ്ലൂർ സൈഡ് ഇവിടൊക്കെ. സോ ഓവർ ഏരിയ ആണ് ഓവർ ദൈവം ഉള്ള പോലെ. അതെ. സോ അവർ വന്ന് ഇങ്ങനത്തെ കുറെ ഫെസ്റ്റിവൽ ഒക്കെ കൊണ്ടാടി ഈ ദൈവം
നമുക്ക് ഈ ദൈവാനെ പറ്റി അത്രയും ക്ലിയർ ആയിട്ട് അറിയത്തില്ല. സപ്പോസ് ഏതെങ്കിലും മാംഗ്ലൂർ ലോക്കൽസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും ഇത് എന്താ ദൈവ എന്താ ആ ഫെസ്റ്റിവൽ ഇവർ എന്ത് ചെയ്യും. പക്ഷെ ഇവർ പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ് ഈ ദൈവം പറയുന്നത്. അതെന്റെ ഫ്രണ്ട് ഈ റച്ചനൊക്കെ ഉണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് അറിയാം. ബിക്കോസ് അവര് ഇയർലി ഫ്രണ്ട് ഉണ്ട് മാംഗ്ലൂർ പുത്തൂർ ആ സ്ഥലത്താണുള്ളത്. അപ്പൊ ലച്ചൻ ഇതിനെ കുറിച്ചൊക്കെ നല്ല നോളജ്. സോ അവർ ചോദിക്കാൻ എക്സാക്റ്റ് പറയും ദൈവം എന്താണ്, അവർ എന്താണ് ലൈക് ഡ്യൂറിംഗ് ദ ഫെസ്റ്റിവൽ അവർ എന്ത് ചെയ്യും, അങ്ങനത്തെ ഇതൊക്കെ. അതിന്റെ പേര് ഭൂത്തക്കൊള്ളാണ് പറയുന്നത്. ആ ഫെസ്റ്റിവലിന്റെ പേര് ഭൂത്തക്കൊള്ളാണ്. ഭൂത്തക്കൊള അങ്ങനത്തെ എന്തുവാണ് ഇതിന്റെ നെയിം, ഈ ഫെസ്റ്റിവലിന്റെ പേര്. അതെ അതെ. ഈ സൈഡ് തന്നെ കൈൻഡ് ഓഫ് ഡിവൈൻ പ്ലേസ്. ഈ മാംഗ്ലൂർ, ഉടുപ്പി, ദക്ഷിൺ കന്നഡ, അതെ അതെ. ഈ സ്ഥലം തന്നെ ഭയങ്കര ഡിവൈൻ. കുറെ ടെമ്പിൾസും വെരി പവർഫുൾ ടെമ്പിൾസ്. ജസ്റ്റ് ചുമ്മാ കെട്ടിച്ച ടെമ്പിൾ അല്ല, ആ ടെമ്പിൾ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. സോ ആൾക്കാരോട് വന്നാൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ കുറെ ടെമ്പിൾസ് ഉണ്ട്. നമ്മൾ ഈ മാംഗ്ലൂർ മാംഗ്ലൂർ എവിടേക്ക് വന്നാൽ നമുക്ക് പോകാൻ കുറെ ഫാൾസ്, വാട്ടർഫാൾസും ഉണ്ട്, കുറെ ഉണ്ട് മാംഗ്ലൂർ. ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ സിറ്റി, വെരി ഡിവൈൻ പ്ലേസ്. നമുക്കൊരു മെന്റൽ പീസ് വേണമെങ്കിൽ ഇവിടുത്തെ ടെമ്പിളൊക്കെ പോയാൽ മതി. ഭയങ്കര പീസ്. നമുക്ക് ലൈഫിൽ എത്ര പ്രോബ്ലം ഉണ്ടെങ്കിലും ലൈക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ ലൈക്ക് ദൈവത്തിനുമായുള്ള വിശ്വാസം നമുക്ക് കൂടും ഇവിടെ വന്നിട്ട് പോകുമ്പോ. നമ്മളെ ടെമ്പിളിൽ പോയിട്ട് ദൈവത്തിനെ കണ്ട് നമ്മൾ പ്രേ ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോ ആ ദൈവം നിൽക്കും. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നോക്കാം, എല്ലാം കഴിയും. ഇവിടുന്ന് കുറച്ചുകൂടെ പോകുന്നില്ല, ഇവിടുന്ന് തന്നെ ഉണ്ടല്ലോ 250 കിലോമീറ്റേഴ്സ് ഉണ്ട് മൂകാംബിക അല്ലേ? മൂകാംബിക. ഇന്നലെ നമ്മൾ രാവിലെ വന്ന ടൈമില് അവിടേക്ക് പോകാനുള്ള ബസ്സിലേക്ക് പോകാൻ നിറച്ച ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്, നിറയെ ആളുകൾ. നമ്മൾ എത്താറായോ? നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇന്നൊരു 9 കിലോമീറ്റേഴ്സ് ഉണ്ട്. 15 മിനിറ്റ്സ് നമുക്ക് എത്താം. 9 കിലോമീറ്റേഴ്സ് 50 മിനിറ്റ്സ് മതിയോ? 9 കിലോമീറ്റേഴ്സ് മതി. ഇവിടെ മാംഗ്ലൂരിൽ അത്രയും ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം. സിദ്ധു, ഈ ദൈവ എന്ന് സിദ്ധു നേരത്തെ പറഞ്ഞില്ലേ, ശരിക്കും ഒരു തെയ്യം കൺസെപ്റ്റ് ആണല്ലോ അല്ലേ? കൈൻഡ് ഓഫ് ലൈക്ക് നമുക്ക് അത്രയും ക്ലിയർ അറിയത്തില്ല. മേ ബി നാളെ റച്ചൻ ആരെങ്കിലും വരുമ്പോ നമുക്ക് ചോദിക്കാം, നമുക്ക് ഫുൾ ക്ലിയർ ആക്കാം ആരാ ദൈവ ആരാ എന്താണ്. കേട്ടിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ ഈ തെയ്യം എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം അങ്ങനെ ഒരു നോയമ്പൊക്കെ എടുത്ത് ഒരാള് അങ്ങനെ ഒരു ഇതായിട്ട് മാറുന്നത്. അതെ അല്ലേ? അത് തന്നെ. ഈ ടെമ്പിളിനെ കുറിച്ച് അധികം നമുക്ക് നോളജ് ഇല്ല എങ്കിലും ഈ മാംഗ്ലൂർ പീപ്പിൾസ് ഒക്കെ നമ്മുടെ ഈ മാംഗ്ലൂരിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ്സ് ബോക്സിന്റെ താഴെ നിങ്ങളുടെ ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ ഇടുന്നത് വളരെ നല്ലതായിരിക്കും. ഞങ്ങൾ ഈ പ്രദേശത്ത് ഈ ടെമ്പിളിലൊക്കെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിട്ട് മാറട്ടെ. നമ്മളെ ഏകദേശം നമ്മൾ ആ ടെമ്പിളിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ലാസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ഫേമസ് ആയ ആ ടെമ്പിളിന്റെ അടുത്ത് എത്താറായി കേട്ടോ. നേരെ കാണുന്നതാണ് നമ്മുടെ ടെമ്പിള്. നല്ല ക്രൗഡ് ഉണ്ട്. സൺഡേ ഉണ്ട്. നല്ല ക്രൗഡ് ഉണ്ട്. പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. അവിടെ
ഉണ്ടല്ലേ? ഉണ്ട് ഉണ്ട്. പക്ഷെ അവിടെയും ഫുള്ളാണ്.
നമ്മൾ പോയത് ടെമ്പിളിന്റെ പേരെന്താണെന്ന് പറഞ്ഞ ശ്രീ ദുർഗ പരമേശ്വരി ടെമ്പിൾ കട്ടിൽ. കട്ടിൽ മാംഗ്ലൂരിലുള്ളത് അല്ലേ? മാംഗ്ലൂർ. അപ്പൊ നമ്മുടെ ആ ടെമ്പിളിന്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല, കാരണം അതിന്റെ ഉള്ളിലേക്ക് ക്യാമറ അലോഡ് അല്ല. ക്യാമറ അലോഡുള്ള ഭാഗങ്ങൾ മാത്രം കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ പൂജാ കർമ്മങ്ങളൊന്നും നടക്കുന്നിടത്തൊന്നും നമുക്ക് ക്യാമറ ഒന്നും അലോഡ് അല്ല. അപ്പം അതിൻ്റെതായ രീതിയിൽ മാത്രമേ നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ്സ് ബോക്സിൽ ഏർപ്പെടുത്തുക. ബാംഗ്ലൂരിലുള്ളവരൊക്കെ ഇത് കാണുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ, ഇതിനെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അറിയാവുന്നത് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ തുടർന്നും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.